ഭോപ്പാൽ സെൻട്രൽ ജയിലിൽ 8 ഭീകരർ ജയിൽ ചാടിയത് വാർഡനെ കൊലപ്പെടുത്തിയ ശേഷമാണ്. നിരോധിത സംഘടനയായ സിമി പ്രവർത്തകരാണ് ജയിൽ ചാടിയത്. മനുശങ്കർ ദില്ലിയിൽ നിന്ന്. മനു, എന്തായിരുന്നു സംഭവിച്ചത്? അരുൺ, ഇന്ന് പുലർച്ചെ 2 മണിയോട് കൂടിയാണ് ഈ ദീപാവലി ആഘോഷങ്ങളുടെയും മറ്റും സാഹചര്യം മുതലെടുത്തുകൊണ്ട് ഈ സിമി പ്രവർത്തകരായ 8 ഭീകരർ ഈ ഭോപ്പാൽ സെൻട്രൽ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇവരെ അധിവസിപ്പിച്ചിരുന്നത് ഭോപ്പാൽ സെൻട്രൽ ജയിലിലെ ബി ബ്ലോക്കിലാണ്. ബി ബ്ലോക്കിൽ നിന്ന് ഇവർ ഈ ചില ഉദ്യോഗസ്ഥരുടെ സഹായത്തോടു കൂടി ഈ ജയിലിന് പുറത്തേക്ക് എത്തിയെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഇതിനുശേഷം ജയിൽ വാർഡനെ ഈ ഗ്ലാസിന്റെ ചില്ലുകളും സ്റ്റീൽ പ്ലേറ്റുകളും ഉപയോഗിച്ച് കഴുത്തുമുറിച്ച് കൊലപ്പെടുത്തിയ ശേഷം ഇവർ ഉപയോഗിച്ചിരുന്ന ബെഡ്ഷീറ്റുകൾ ഉപയോഗിച്ച് കയറിന്റെ രൂപത്തിൽ ഉണ്ടാക്കിയ ശേഷം ഭിത്തിയിലൂടെ കുരുക്കി രക്ഷപ്പെട്ടു എന്നാണ് ഇപ്പോൾ പോലീസ് പ്രാഥമികമായി നൽകിയിരിക്കുന്ന വിവരം. 8 ഭീകരരാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. ഈ 8 ഭീകരിൽ 3 പേരെ നേരത്തെ ക്വാണ്ടോ ജയിലിൽ നിന്ന് ചാടിയതിന് പിന്നാലെ ഈ ഭോപ്പാൽ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിരുന്നതാണ്. അന്ന് 2013 7 ഭീകരർ രക്ഷപ്പെട്ടിരുന്നു. ആ രക്ഷപ്പെട്ട 7 ഭീകരിലാണ് ഇപ്പോൾ രക്ഷപ്പെട്ടവരിൽ ഉൾപ്പെട്ട 3 പേർ ഉള്ളത്. ഇവർ അന്ന് ക്വാണ്ടോ സെൻട്രൽ ജയിലിലെ ബാത്റൂമിന്റെ ഭിത്തിയും മറ്റും തകർത്തതിന് ശേഷമാണ് രക്ഷപ്പെട്ടിരുന്നത്. ഇതിന് പിന്നാലെ ഈ ഭോപ്പാൽ സെൻട്രൽ ജയിലിലെ അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള ബി ബ്ലോക്കിൽ നിന്ന് രക്ഷപ്പെട്ടതിനാൽ ഈ ജയിലിനകത്ത് നിന്ന് ഉദ്യോഗസ്ഥരുടെ ഒരു സഹായം ഭീകരർക്ക് ലഭിച്ചിരിക്കാം എന്നൊരു സംശയമാണ് നിലനിൽക്കുന്നത്. നിലവിൽ എന്തായാലും ഈ ഭീകരർ രക്ഷപ്പെട്ട സാഹചര്യത്തിൽ 5 ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഉന്നതതല അന്വേഷണത്തിന് മധ്യപ്രദേശ് സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട്. നിലവിൽ ഈ ജയിലിനകത്തെ ഉദ്യോഗസ്ഥരുടെ സഹായം ഭീകരർക്ക് ലഭിച്ചു എന്ന് തന്നെയാണ് സംശയിക്കുന്നത്. സമീപത്തെ ചില സിമി കേന്ദ്രങ്ങളും മറ്റും കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇതിൽ ഒരാൾ 2012 മധ്യപ്രദേശിലെ തന്നെ ബോംബ് ആക്രമണവുമായി ബന്ധപ്പെട്ട കേസിലാണ് വിചാരണ നേരിട്ട് ഭോപ്പാൽ സെൻട്രൽ ജയിലിൽ തുടരുന്നത്. മറ്റ് 8 ഭീകരരിൽ 5 പേരും ഇതുപോലെ വ്യത്യസ്ത ഭീകരാക്രമണ കേസുകളിൽ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് സിമി പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് വിചാരണ നടപടികൾ നേരിട്ട് ഭോപ്പാൽ സെൻട്രൽ ജയിലിൽ തുടരുന്നത്. അരുൺ, മനുശങ്കർ ദില്ലിയിൽ.